മിശിഹായിൽ പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ 2 കൊരിന്തോസ് 5:6-8 വരെ വാക്യങ്ങൾ. Letter to 2 Corinthians chapter 5 verse 6-8. ഞങ്ങൾക്ക് എല്ലായ്പ്പോഴും നല്ല ധൈര്യമുണ്ട്. ഞങ്ങൾ ശരീരത്തിൽ വസിക്കുന്നിടത്തോളം കാലം കർത്താവിൽ നിന്ന് അകലെയാണെന്ന് ഞങ്ങൾ അറിയുന്നു. എന്നാൽ ഞങ്ങൾ നയിക്കപ്പെടുന്ന വിശ്വാസത്താലാണ്, കാഴ്ചയാലല്ല. ഞങ്ങൾക്ക് നല്ല ധൈര്യമുണ്ട്. ശരീരത്തിൽ നിന്ന് അകന്നിരിക്കാനും കർത്താവിനോട് അടുത്തിരിക്കാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. മരണാനന്തര ജീവിതമാണ് യഥാർത്ഥ ജീവിതമെന്ന് വിശുദ്ധ പൗലോസ് മനസ്സിലാക്കുന്നു. നമ്മുടെ ഭൗതിക ശരീരം പോയി കഴിയുമ്പോൾ ആത്മീയ ശരീരം ലഭിക്കുന്നു. അതുവരെ കർത്താവിനെ നേരിട്ട് കാണാൻ സാധിക്കുന്നില്ല. ഭൗതിക ശരീരത്തിൽ നിന്ന് വേർപെടുന്ന ക്രിസ്ത്യാനി ഈശോയുടെ അരികിലേക്കാണ് പോകുന്നത്. ഈ വിശ്വാസമുള്ളതിനാൽ വിശുദ്ധ പൗലോസ് മരണത്തെ ഭയപ്പെടുന്നില്ല. ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോട് വസിപ്പാൻ ആഗ്രഹിക്കുക. ഒരു യുവാവ് രോഗഗ്രസ്തനായി ആസന്ന നിലയിലായപ്പോൾ ആ രോഗി താൻ ക്രിസ്തീയ വിശ്വാസിയാണെങ്കിലും മരിക്കുവാൻ ഭയം തോന്നുന്നു. മരണാനന്തരം ഏത് നിലയിലായിരിക്കുമെന്ന് നിശ്ചയമില്ലല്ലോ എന്നും ഡോക്ടറോട് പറഞ്ഞു. മറുപടി പറയുവാൻ കഴിവില്ലാതെ ഡോക്ടർ അല്പസമയം കുഴങ്ങി. പെട്ടെന്ന് ഡോക്ടറുടെ പട്ടി കാറിൽ നിന്നും ചാടിയിറങ്ങി അദ്ദേഹത്തിന്റെ അരികിലേക്ക് വന്നു. ഇത് കണ്ട ഡോക്ടർ രോഗിയോട്, എന്റെ പട്ടി മുറിയിൽ കിടന്നു വരുന്ന ആദ്യമാണ്. ഇവിടെ നിൽക്കുന്ന എല്ലാവരെയും അതിന് ഭയമാണ്. പക്ഷെ എന്റെ അരികിലേക്കാണ് വരുന്നതെന്ന കാരണത്താൽ അതിന് ഭയമില്ല. മരണാനന്തരം നാം ചെല്ലുന്ന സ്ഥലത്തെപ്പറ്റി നമുക്കറിവില്ല. കർത്താവായ ഈശോയുടെ അരികിലേക്കാണ് നാം പോകുന്നതെന്ന് ബോധ്യമുണ്ടെങ്കിൽ പിന്നെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഇത്രയും പറഞ്ഞപ്പോൾ രോഗിയുടെ മുഖത്ത് പ്രകാശം വരുന്നു. ഇവിടെ നാം ഈശോയോടുകൂടെ വസിച്ചാൽ ഈശോ അവിടെ നമ്മോടുകൂടെ ഉണ്ടായിരിക്കും. കേവലം വിശ്വാസത്താലല്ല, കാഴ്ചയാലായിരിക്കും ജീവിക്കുന്നത്. ക്യാൻസർ ബാധിച്ച് കിടപ്പിലായ ഡോക്ടർ D.T. നൈൽസ് എഴുതിയ ഒരു പദ്യശകലത്തിന്റെ സാമാന്യ വിവർത്തനം ഞാനൊന്ന് പറയട്ടെ. മരണശയ്യക്കരികെ ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കവേ എന്നിലുണ്ടായി സാന്നിധ്യം. ഈശോ പ്രത്യക്ഷനായപ്പോൾ ചൊല്ലി ഭീതി വേണ്ടൊട്ടും. അതെ, ഇവിടെ ക്രിസ്തുവിനോടുകൂടി ജീവിക്കുന്നവരെ സ്വീകരിക്കുവാൻ മരണത്തിനപ്പുറം ഈശോ കാത്തു നിൽക്കും എന്ന ആ ബോധ്യം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കണം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായി എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.